ഇനി അവിടെ നിന്ന് നേരെ തിരിഞ്ഞ് ഈ ഭാഗത്തോട്ട് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നേരെ ഓപ്പോസിറ്റായിട്ടും അതേ കളർ കോമ്പോയിൽ തന്നെ നമ്മൾ ഇവിടെയും ഒരു വാർഡ്രോബ് സെറ്റപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഫസ്റ്റ് ഡോർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ പാർട്ടീഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് മേലെ ലോഫ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ലോഫ്റ്റ് കവർ ചെയ്തിട്ട് അതിന് താഴെയായിട്ട് ഇതുപോലെ പാർട്ടീഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എല്ലാം തട്ട് ഇട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സെയിം കളർ തന്നെയാണ് നമ്മളിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. അതിന് തൊട്ടടുത്തായിട്ട് ഈ ഭാഗത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു എംപ്റ്റി സ്പേസ് ആയിരിക്കും. ഇവിടെ നമ്മൾ പ്രത്യേകമായിട്ടും ഒന്നും ചെയ്തിട്ടില്ല. ക്ലയൻറ്റ് നമ്മളോട് ആവശ്യപ്പെട്ടത് നമുക്കൊരു അലമാരയുണ്ട്, നമ്മളത് കാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു അലമാരയാണ്. സോ അത് നമുക്കത് ഇവിടെ വേണം. സോ അതിനനുസരിച്ചിട്ട് അത് കാണാത്ത രീതിയിലും നമുക്ക് ഹൈഡ് ചെയ്യുന്ന രീതിയിൽ ഞങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ആ മെഷർമെൻറ്റ് വെച്ച് ആ അലമാര ഇതിനകത്ത് പോകാനുള്ള മെഷർമെൻറ്റ് വെച്ചിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ഒരു ബോക്സ് ഉണ്ടാക്കി അതൊരു വാർഡ്രോബ് സെറ്റപ്പ് ചെയ്ത് അതിനുശേഷം ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് ആ അലമാര വെച്ച് കഴിഞ്ഞാൽ കൂടെ ഈ ഡോറ് ക്ലോസ് ആകുമ്പോൾ അത് ക്ലിയർ ആയിരിക്കും. കാരണം നമ്മൾ ആ അലമാരയുടെ മെഷർമെൻറ്റ് വെച്ചാണ് നമ്മളിത് വർക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് ക്ലിയർ ആയിരിക്കും. അപ്പോൾ അത് മാത്രം ചെയ്താൽ ഭംഗി ഉണ്ടാവില്ല, അത് കാണാൻ ലുക്കിലേക്കൊരു നന്നായിരിക്കില്ല എന്ന് നമ്മൾ ആവശ്യപ്പെട്ടതുകൊണ്ട് തന്നെ ക്ലയൻറ്റും എങ്കിൽ ഇതും ടോപ്പ് വരയ്ക്ക് കൊണ്ടുപോയിക്കൊള്ളു തന്നു. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ടോപ്പും കൂടി കവർ ചെയ്യുമ്പോൾ നമുക്കൊരു നല്ലൊരു ഔട്ട്ഫിറ്റാണ്. കാരണം അത് കംപ്ലീറ്റ് ആയിട്ട് കാണുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു ഭംഗി തന്നെ അറിയാൻ പറ്റുക. സോ നമ്മൾ വിചാരിച്ച പോലെ തന്നെ അവിടെ അത് ഹൈഡ് ചെയ്യാനും പറ്റും, അതല്ലാതെ നമുക്ക് കുറേ സ്റ്റോറേജ് സ്പേസും കിട്ടും. അപ്പോൾ നമ്മളിതാണ് ഇതിൽ മോസ്റ്റ്ലി നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ ബെഡ്റൂം 3 നമ്മൾ ഈ വർക്കൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ നമ്മൾ ബെഡ്റൂം 2 കണ്ട പോലെ തന്നെ ഇവിടെയും ഒരു ഫോൾഡിങ് ഡോർ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവർക്ക് ആവശ്യ സമയത്ത് ഇത് ഓപ്പൺ ചെയ്ത് ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ പഠിക്കാനോ മറ്റൊക്കെ സൗകര്യം വരുന്ന രീതിക്ക് നമ്മൾ ഒരു ഫോൾഡിങ് ടേബിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ജസ്റ്റ് ഇത് ക്ലോസ് ചെയ്ത് വയ്ക്കാം. ആവശ്യം കഴിഞ്ഞാൽ അവർക്ക് ഇത് ക്ലോസ് ചെയ്ത് വയ്ക്കാം. സോ ആ സ്ഥലം വെറുതെ നമ്മൾ കുറേ സ്ഥലം ചിലവാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് വർക്കിംഗ് സ്പേസിനൊക്കെ ഇതുപോലുള്ള ഐഡിയാസ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ 3 ബെഡ്റൂം കണ്ടു, ആൻഡ് TV യൂണിറ്റ് കണ്ടു, പൂജ യൂണിറ്റ് കണ്ടു, TV യൂണിറ്റ് കണ്ടു. ഇനിയൊരു ഷൂ റാക്കും അതുപോലെ തന്നെ ജസ്റ്റ് ഒരു വാഷ് ബേസിൻ കവറിങ് ഏരിയ ഉണ്ട്, അത് നമുക്ക് കാണാൻ വരും.